ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെയിലി ഫുഡ്. നമ്മൾ ഇന്ന് ഒരു സ്പെഷ്യൽ ആൻഡ് സൂപ്പർ ടേസ്റ്റിയായ റവ ലഡു ആണ് കാണാൻ പോണത്. എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാണ്ടിരിക്കും. എന്നാൽ നമുക്ക് കാണാം സ്പെഷ്യൽ റവ ലഡു എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഞാനൊരു പ്ലേറ്റിൽ ഇന്ന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് റവയാണ്. അതിന് 1.5 ഗ്ലാസ് പാലും എടുത്തിട്ടുണ്ട്. അത് പാലും കൂടി ഒഴിച്ച് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിനി 1/2 സ്പൂണ് നെയ്യും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആക്കി ഇത് കുറച്ചൊരു 10 മിനിറ്റ് ഓളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് അടച്ചു മാറ്റി വയ്ക്കാം, അതവിടെ ഇരിക്കട്ടെ 10 മിനിറ്റ്. ഇനി മറ്റ് സാധനങ്ങളൊക്കെ റെഡിയാക്കാം. 3/4 കപ്പ് പഞ്ചസാര, 2 ഏലക്കായ പൊടിച്ച് അവിടെ വയ്ക്കാം. പിന്നെ ഈ ലഡുവിലേക്ക് വേണ്ട കാഷ്യൂനട്ടും മുന്തിരിയും കൂടി വറുത്ത് അത് മാറ്റി വയ്ക്കാം. വറുത്തതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടച്ചു വെച്ച റവ നന്നായി ഒന്നും കൂടി ഇളക്കി അത് ഒരു ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തി ദോശ പോലെ പരത്തിയെടുക്കാം. അപ്പുറം ഇപ്പുറം ഒരു ചെറുതായിട്ടൊന്ന് ആയി വരുമ്പോൾ, നന്നായി മൊരിയൊന്നും വേണ്ട, ഒരു ജസ്റ്റ് ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ആ തിരിച്ച് ഇട്ട് വീണ്ടും അപ്പുറം ഇതേപോലെ ആക്കി എടുക്കാം. അങ്ങനെ എല്ലാതും ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓരോന്നായി ചെയ്തെടുത്ത് നമുക്ക് ഇത് ഇനി മിക്സിയിൽ ഒക്കെ ആയതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം നമുക്ക് ജാറിലിട്ട് ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ജാറിലോട്ട് മാറ്റാം. ജാറിലോട്ട് മാറ്റി നന്നായി പൊടിച്ചെടുക്കാം. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു വലിയൊരു പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ഈ പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ചതും കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒക്കെ എല്ലാ ഭാഗത്തും ആവണ പോലെ നന്നായി കുഴച്ച് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആ മുന്തിരിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് അതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി ഉണ്ടയാക്കി ചെറിയ ചെറിയ ബോളാക്കി എടുക്കാം. ചെറിയ ചെറിയ ലഡു ആക്കിയിട്ട് ഉരുണ്ടയാക്കി എടുക്കുന്നുണ്ട്. വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻസ്, എന്തെങ്കിലും ഒരു ഫെസ്റ്റിവൽ ഒക്കെ വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ കുട്ടികൾക്കല്ലാതെയും നമുക്ക് വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇത് പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ പെട്ടെന്ന് കേടും ആവില്ല. അത് കാരണം നമുക്ക് ഇത് എത്ര ദിവസം വേണമെങ്കിലും നന്നായി സ്റ്റോർ ചെയ്ത് വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ ചാനൽ മറക്കാണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്. താങ്ക് യു.